രാഷ്ട്രീയ തന്ത്രങ്ങൾക്കും വിവാദങ്ങൾക്കുമിടയിൽ ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിടുന്ന എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് ശക്തമായ നടപടികളിലേക്ക് നീങ്ങുന്നതായി സൂചന. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വർദ്ധിച്ചു. ഇത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചലനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഈ സംഭവ വികാസങ്ങൾ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഉരുത്തിരിയുന്നതെന്നും ഈ വിഷയത്തിലെ വിവിധ വശങ്ങൾ എന്താണെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാൻ പോലീസ് ആദ്യം മടിച്ചെങ്കിലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളും നിയമോപദേശങ്ങളും നിർണായകമായി. പെൺകുട്ടികളെ ശല്യപ്പെടുത്തിയെന്ന കുറ്റത്തിന് ക്രൈംബ്രാഞ്ച് കേസെടുക്കുകയും തുടർന്ന് നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് സംഘം രാഹുലിന്റെ അടൂരിലെ വീട്ടിലേക്ക് നീങ്ങിയത്. ഇത് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ആരോപണങ്ങൾ ഉന്നയിച്ച സ്ത്രീകളിൽ നിന്നും നേരിട്ട് പരാതികൾ ലഭിക്കാത്ത സാഹചര്യത്തിലും പുറത്തു വന്ന ഓഡിയോ ക്ലിപ്പുകളും ചാറ്റുകളും അടിസ്ഥാനമാക്കി കേസ് രജിസ്റ്റർ ചെയ്യാൻ നിയമോപദേശം ലഭിച്ചിരുന്നു. ഗർഭഛിദ്രത്തിനെ നിർബന്ധിച്ചത് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനാൽ സൈബർ വിഭാഗത്തിന്റെ സഹായത്തോടെ പ്രത്യേക കേസുകൾ രജിസ്റ്റർ ചെയ്യാനും സാധ്യതയുണ്ട്. ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം റേഞ്ച് ഡിവൈഎസ്പി ബിനു കുമാറിനാണ് അന്വേഷണ ചുമതല. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കും. സൈബർ വിദഗ്ധരും വനിതാ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട ഒരു പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. രാഹുലിന്റെ പ്രതികരണവും പാർട്ടി നിലപാടുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരെ നടക്കുന്നത് ഒരു ഗൂഢാലോചനയാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. തനിക്കെതിരെ ആരും നേരിട്ടോ അല്ലാതെയോ പരാതി നൽകിയിട്ടില്ല എന്നും അതിനാൽ അന്വേഷണ ഏജൻസികൾക്ക് മുന്നിൽ തെളിയിക്കാൻ ഒന്നുമില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമുണ്ടായി. എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തിൽ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉറച്ചു നിന്നുവെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. ഇതിനിടെ വിഷയം പൊതുജന മധ്യത്തിൽ രാഹുൽ തന്നെ വിശദീകരിക്കട്ടെ എന്ന നിലപാടിലാണ് നേതൃത്വം. വനിതാ നേതാക്കളുടെ പ്രതിഷേധങ്ങളും ഈ വിഷയത്തിൽ ഫലം കണ്ടില്ല. ഇത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഈ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകൾ നിലനിൽക്കുന്നു എന്നതിന്റെ സൂചന നൽകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ക്രൈംബ്രാഞ്ച് നീക്കങ്ങൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. CPM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ രാഹുലിനെ ലക്ഷ്യമിടുന്നതായി വ്യക്തമാണ്. ഇത് അടുത്ത തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയപരമായ മുതലെടുപ്പ് നടത്താനുള്ള ഒരു അവസരമായി അവർ കാണുന്നു. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യവുമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. ഇത് CPMന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും രാഹുലിനെ പൂർണ്ണമായി പിന്തുണയ്ക്കാൻ കഴിയാത്ത സാഹചര്യം ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെതിരെയുള്ള അറസ്റ്റ് നീക്കം കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ഈ രാഷ്ട്രീയ നീക്കങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വം ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട്. ക്രൈംബ്രാഞ്ച് സംഘം രാഹുലിന്റെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ നേരിട്ട് അറസ്റ്റ് ചെയ്യുകയോ ചെയ്യാം. ആരോപണം ഉന്നയിച്ച സ്ത്രീകളുടെ മൊഴി ശേഖരിച്ച ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാൻ സാധ്യതയുണ്ട്. സൈബർ തെളിവുകളും മൊഴികളും നിർണായകമായ ഈ സാഹചര്യത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ശക്തമായ നടപടികളിലേക്ക് പോലീസ് കടന്നാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയൊരു കൊടുങ്കാറ്റായി മാറും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്ന ഗൂഢാലോചന വാദത്തെക്കാൾ അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ ശക്തമാണെന്ന് ക്രൈംബ്രാഞ്ച് കരുതുന്നു. ഇത് നിയമ നടപടികളുടെ വേഗത കൂട്ടാൻ കാരണമാകും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു പക്ഷേ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യമായി മാറിയേക്കാം. ഈ സംഭവവികാസങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കും സംസ്ഥാന രാഷ്ട്രീയത്തിനും നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. അടുത്ത ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ നിർണായകമായ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം.